മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ 1000 ആണ്ട് വാഴ്ചയുടെ കാര്യങ്ങൾ ഒക്കെയാണ് സംസാരിച്ചത്. അതിനുശേഷം പിശാചിനെ അഴിച്ചുവിടും, അല്പകാലത്തേക്ക് അഴിച്ചുവിടുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഗോഗ് മാഗോഗ് യുദ്ധം വെളിപ്പാട് പുസ്തകം 20:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ആ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം സംഭവിക്കുകയാണ്. ഇസ്രായേൽ സമാധാനപൂർണ്ണമായി ജീവിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഇവരെ യുദ്ധത്തിനായി സാത്താൻ കൂട്ടിവരുത്തുകയാണ്. യുദ്ധം അവിടെ ഇല്ല, യുദ്ധത്തിനായി സാത്താൻ കൂട്ടിവരുത്തുകയാണ്. ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 4 ദിക്കിലുമുള്ള ജാതികൾ അവർ ചെയ്യുന്നത് എന്താണ്? വിശുദ്ധന്മാരുടെ പാളയത്തെയും യെരുശലേമിനെയുമാണ് ആക്രമിക്കുന്നത്. പ്രധാനമായിട്ട് ആക്ഷരികമായൊരു യുദ്ധം നടക്കുന്നില്ല. കാര്യം ആക്ഷരികമായ യുദ്ധം നടക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യം അവിടെ ഇതിനു വേണ്ടി യുദ്ധ സാമഗ്രികളില്ലല്ലോ. ഉടൻ തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ആക്രമണകാരികളെല്ലാം ദഹിപ്പിക്കുന്നതായിട്ടും കാണുന്നു. വിശുദ്ധന്മാരെയും യെരുശലേമിനെയും നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവിടെ നേതാവ് സാത്താനാണ്. സാത്താനെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. അന്നേരം ഉയരത്തിൽ നിന്ന് അഗ്നിയാൽ ദഹിപ്പിക്കുന്നതിനാൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ജാതികളുടെ നിഹിതന്മാരുടെ മാംസമൊന്നും അവിടെ അവശേഷിക്കുന്നില്ല. കാരണം അതെല്ലാം കത്തി തീർന്നു പോകും. ഇതിൽ പ്രബല കക്ഷി ഗോഗായിരിക്കും. ഗോഗിനെതിരായി ശെബയും ദേദോനും തർശീശും വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും ശബ്ദമുയർത്തുമെന്ന് എസ്കേൽ 38:13 പറയുന്നു. ആ ഒരു യുദ്ധം ഗോഗും മാഗോഗും ആയിട്ട് ചേർന്ന് ഉള്ളൊരു യുദ്ധം. അതിനുശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശം 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസേനയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇത് 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ കാണുന്ന ആ സമാഗമന കൂടാരം പോലെയുള്ളതിൻ്റെ ഒരു നിഴൽ, അതിൻ്റെ ഒരു സ്വർഗത്തിലൊരു ദൃഷ്ടാന്തവും നിഴലുമായിട്ട് കാണുന്നു. അവിടെയും ഈ പറയുന്ന പോലെ 3 ഭാഗമുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിലെ പരിച്ഛേദനയേറ്റ ഇസ്രായേലിന് ദാസനും യാഗപീഠത്തിൽ യാഗം കഴിക്കാം. വിശുദ്ധ സ്ഥലത്ത് ലേവ്യ പുരോഹിതൻ, അതിവിശുദ്ധ സ്ഥലത്ത് 7-ാം മാസം 10-ാം തീയതി മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ മാത്രം ചെല്ലുന്ന സ്ഥലം. ഇവിടെയും അതുപോലെ തന്നെ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അത് നേരത്തെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. പുതിയ ആകാശവും പുതിയ ഭൂമിയും മനുഷ്യർക്ക് വേണ്ടി ദൈവം ഒരുക്കി. 2 പത്രോസ് 3:10 നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്ത് ഉരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. ഈ ഭൂമിയും ആകാശവുമൊക്കെ വെന്തെരിഞ്ഞ് പോകും എന്ന് പറയുന്നു. പുതിയ ഭൂമിയും പുതിയ ആകാശവും ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. 21 പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ യെരുശലേമും ഇറങ്ങി വരുന്നു. ഈ ഭൂമിക്ക്
ഉണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുന്നു. ഭൂമി ഇത് പറയുന്ന പോലെ 7ാമത്തെ സ്റ്റേജിൽ കൂടിയാണ് കടന്നു വരുന്നത്. ഭൂമി 7ാമത്തെ സ്റ്റേജിലാണ് കടന്നു വരുന്നത്. എന്നാൽ ഭൂമി എന്നേക്കും നിലനിൽക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. സഭാപ്രസംഗി 1:4 ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. ഭൂമി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് സഭാപ്രസംഗി 1:4 പറയുന്നു. അതുപോലെ സങ്കീർത്തനം 104:5 ഭൂമിയെ ഒരിക്കലും മാറാതെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഭൂമിയെ ഒരിക്കലും മാറാതെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:90 യു എസ്റ്റാബ്ലിഷ് ദ എർത്ത് ഇറ്റ് അബൈഡ്സ്. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അപ്പോൾ പുതിയ ഭൂമിയും പുതിയ ആകാശവും വരുമ്പോൾ ഇത് പഴയ ഭൂമിയാണോ പുതിയ ഭൂമിയാണോ എന്നൊക്കെയുള്ള പലപ്പോഴും ചിന്തകൾ നമുക്ക് വരാം. എന്നാൽ നമ്മുടെ നിലവിലുള്ള ഭൂമിയെ ദൈവം എന്നേക്കും നിലനിർത്തുന്നു, ഒരിക്കലും അതിൻ്റെ അടിസ്ഥാനം മാറാതെ അതിന്മേൽ ഉറപ്പിച്ചിരിക്കുന്നു. അത് ഇറ്റ് എബൈഡ്സ് ഫോർ എവർ, അത് എന്നേക്കും നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഈ ഭൂമിയെ ദൈവം മാറ്റിയോ? അതിനെക്കുറിച്ച് ചില ചിന്തകളാണ് ഇനിയും നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ഒറിജിനൽ എർത്ത്, ആദിയിൽ ഒറിജിനൽ എർത്ത് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അത് പാഴായി ശൂന്യമായും അല്ല ദൈവം സൃഷ്ടിച്ചത്. അതിനകത്ത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അത് പാഴായി ശൂന്യമായി ഇരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് പാഴ് ശൂന്യവുമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. യെശയ്യാപ്രവചനം 45:18 ആകാശത്തെ സൃഷ്ടിച്ച ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ എന്നെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ എന്നെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അത് നിർമ്മിച്ച്, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. അപ്പോൾ പാർപ്പിന് വേണ്ടിയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, അത് പാഴായും ശൂന്യമായും ഉള്ള ഒരു ഭൂമിയല്ല. അതിന് എങ്ങനെയാണ് ഇത് പാഴ് ശൂന്യമായി പോയത്? അതിൻ്റെ ഒറിജിനൽ സൃഷ്ടിപ്പിനകത്ത് ദൈവം സൃഷ്ടിച്ചത് നല്ലതായിരുന്നു, പാർപ്പിന് വേണ്ടിയാണ്. എങ്ങനെയാണ് പിന്നെ ഇത് പാഴ് ശൂന്യമായി പോയത്? എന്തോ വിപത്ത് വന്ന് അത് ന്യായവിധി വന്നതിനാലാണ് പാഴ് ശൂന്യമായത്. 2 പത്രോസ് 3:5-6 വാക്യങ്ങൾ, ആകാശം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ഭക്തികെട്ട ന്യായവിധി ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണിത്. അതിന് ഇവിടെ പറയുന്നത് ഭൂമി അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ഇവിടെ പറയുന്ന നോഹയുടെ കാലത്തുള്ള ജലപ്രളയത്തെക്കുറിച്ചല്ല പറയുന്നത്. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്, ഭൂമി പാഴായി ശൂന്യമായി പോയത് ദൂതന്മാർ പാപം ചെയ്തതുകൊണ്ടുള്ള ന്യായവിധിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്, ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അന്നുള്ള ലോകം എന്നുവെച്ചാൽ ആദ്യം ഉണ്ടാക്കിയ ലോകം, ആദ്യം സൃഷ്ടിച്ച ഭൂമി ജലപ്രളയത്താൽ മുങ്ങിപ്പോയി, അത് പാഴ്ശൂന്യമായി പോയി. അപ്പോൾ ഒന്നാമത്തെ ഭൂമി ദൈവം നല്ലതായിട്ട് സൃഷ്ടിച്ചു, പാർപ്പിനായി സൃഷ്ടിച്ചു. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പാഴ്ശൂന്യമായി പോയി. ദൂതന്മാരുടെ ന്യായവിധിയായിരിക്കാം, ദൂതന്മാരെ അവരെ പാർപ്പിച്ചു, അവിടെ ന്യായവിധി കൊണ്ടായിരിക്കാം അത് പാഴ്ശൂന്യമായി പോയത്. അത് 2 പത്രോസ് 3:5-6 പറയുന്ന നോഹയുടെ പ്രളയമല്ല. അതുകൊണ്ട് അത് വെള്ളം കൊണ്ട് മൂടി എന്ന് നമ്മൾ ചിന്തിക്കാം. അന്നുള്ള ലോകം എന്നാണ് പറയുന്നത്. അന്നുള്ള ലോകം എന്ന് പറയുന്ന കോസ്മോസ്, അത് അലങ്കൃതമാക്കി എന്നുള്ള ഒരു മീനിങ്ങിലാണ് ആദ്യം ഉണ്ടാക്കിയതിനെ. അത് പാഴ്ശൂന്യമായി പോയി. അതാണ് രണ്ടാമത്തെ ഭൂമി. മൂന്നാമത്തെ ഭൂമി ജനസിസ് 1:28, ഉൽപ്പത്തി 1:28 ആഡമിക് എർത്ത് എന്ന് പറയുന്ന വാസയോഗ്യമായ ഭൂമി, ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു, എല്ലാം ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. കുടുംബത്തെ ഉണ്ടാക്കിയപ്പോഴും റീപ്ലെനിഷ് ദ എർത്ത്, ഒരിക്കൽ അത് നിറയാനായിട്ട് പറയുന്ന ഭാഗം അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ആഡമിക് ഭൂമി, അന്ന് ശരിക്കും പറഞ്ഞാൽ ആദാമിനും ഹവ്വായ്ക്കും റീപ്രൊഡ്യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവ് അന്നേ ഉണ്ടായിരുന്നു, പാപമില്ലാത്ത സമയത്ത് പോലും.
എന്നാൽ പിന്നെ അവർ പാപം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് ആഡമിക് എർത്ത്, അത് ആ ഒരു രീതിയിലായിരുന്നു ശരിക്കും 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഭൂമിയെ കൊണ്ടുവന്നത്. ദൈവം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ആഡമിക് എർത്തിൻ്റെ ഒരു സ്റ്റൈലിലേക്കാണ് കൊണ്ടുവന്നത്. വീണ്ടും നമ്മൾ 4ാമത്തെ ഒരു ഭൂമിയുടെ സ്റ്റേജാണ് ഫാളൻ എർത്ത് എന്ന് പറയുന്നത്. ഭൂമി മനോഹരമായിരുന്നു, വാക്കാൽ ഉളവാക്കി മനുഷ്യനെ കൊണ്ട് അവിടെ തോട്ടമുണ്ടാക്കി ദൈവത്തിൻ്റെ കരം നട്ടുണ്ടാക്കി വേല ചെയ്യുവാനും അതിനെ കാപ്പാനും 2 ജോലി മാത്രം അവർക്ക് കൊടുത്തത്. വേല ചെയ്യുക, അതിനെ കാക്കുക. അന്ന് ആത്മീയ തോട്ടത്തിലെ 2 ഉത്തരവാദിത്വമായിരുന്നു, വേല ചെയ്യുക, കാക്കുക. എന്നാൽ എന്ത് സംഭവിച്ചു? അവൻ പാപം ചെയ്തു, പിശാചിൻ്റെ വാക്ക് കേട്ടു, ഭൂമി മുഴുവൻ ശാപഗ്രസ്തമായി. അപ്പോഴേ അവിടെ മുള്ള്, പറക്കാര, വിയർപ്പ്, വേദന, ശാപം ഇതെല്ലാം വന്നതായിട്ട് കാണുന്നു. വേദനയോട് മക്കളെ പ്രസവിക്കുക, വിയർപ്പോട് ഭക്ഷണം കഴിക്കുക, മുള്ളും പറക്കാരയും എന്നത് പാപത്തിൻ്റെ പങ്കിലമായിട്ടുള്ള ലോകത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഫോളൻ എർത്തായി മാറി. അപ്പോഴത്തേക്കുള്ള ശാപം മുഴുവൻ അതിലേക്ക് വന്നു. അപ്പോൾ 4ാമത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ ഫോളൻ എർത്താണ്. ഈ ഫോളൻ എർത്തിനെ അതിനുശേഷം നോഹയുടെ കാലം വന്നപ്പോഴത്തേക്ക് ജനസിസ് 7:11 ഉൽപ്പത്തി പുസ്തകം 7:11 നോഹയുടെ ആയുസിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴികളുടെ ഉറവുകളൊക്കെയും തുറന്നു, ആകാശത്തിലെ കിളിവാതിലും തുറന്നു. 1000 ആണ്ട് മനുഷ്യൻ വസിക്കുന്ന സമയമായിരുന്നു ജലപ്രളയത്തിന് മുമ്പ്. എന്നാൽ ജലപ്രളയത്തിന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അവിടുന്ന് വെള്ളവും ആഴിയുടെ ഉറവുകൾ തുറന്ന് അവിടുന്ന് വെള്ളവും വന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിക്കട്ടെ എന്ന് പറഞ്ഞു. വെള്ളത്തിന് മധ്യേ വേർപിരി. അന്നേരം വിധാനങ്ങളുടെ മേലും വെള്ളമുണ്ട്, വിധാനങ്ങളുടെ കീഴേയും വെള്ളമുണ്ട്, 2ഇടത്തുമുണ്ട്. വെള്ളത്തിനും ഭൂമിയുടെ മുകളിലുള്ള വെള്ളത്തിനൊരു കവറുണ്ട്. അത് വിധാനത്തിന് മുകളിലുള്ള വെള്ളമായിരുന്നു. അന്നേരം ജലപ്രളയത്തിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ വെള്ളമൊക്കെ ഇഞ്ഞ് താഴെ വന്നു. നേരത്തെ വെള്ളം മേളിലായിരുന്നു. ജലപ്രളയത്തിന് ശേഷം ആകാശത്തിൻ്റെ ഉറവുകൾ ഒക്കെ പൊട്ടിച്ച് അതെല്ലാം ഇഞ്ഞ് താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്നതിനുള്ള കവർ നഷ്ടപ്പെട്ടു. അത് ജലപ്രളയത്തിന് ശേഷമുള്ള ഭൂമി. 1ാമത്തെ ഭൂമി ദൈവം സൃഷ്ടിച്ച ഭൂമി, മനുഷ്യനെ പാർക്കാനുള്ളത്. 2ാമത്തത് പാഴും ശൂന്യവുമായ ഭൂമി. 3ാമത് ആഡമിക് എർത്ത്. 4ാമത് ഫോളൻ എർത്ത്. 5ാമത് ജലപ്രളയത്തിന് ശേഷമുള്ള ഭൂമി. ആ ഭൂമിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. 5ാമത്തെ ഈ എർത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ജലപ്രളയത്തിന് ശേഷമുള്ള ഭൂമി. അന്നേരം മേളിലുള്ള നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധനമെല്ലാം മാറ്റിക്കളഞ്ഞു. ഇനിയും 6ാമത്തെ ഭൂമിയായിരുന്നു മില്ലിനിയൻ എർത്ത് എന്ന് പറയുന്നത്. അവിടെ വീണ്ടും മനുഷ്യന് ആയുസ് കൂടി, പഴയതുപോലെ തന്നെ വിധാനമൊക്കെ ദൈവം ഉണ്ടാക്കി കാണും. മലകളെല്ലാം ഇടിച്ചു കളഞ്ഞ് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഭൂമി, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന ഭൂമി. എന്നിട്ട് ഈ ഭൂമിയിലാണ് 1000 ആണ്ട് വാഴ്ച നടന്ന് മനുഷ്യൻ്റെ ആയുസ് കൂടുകയും 1000 ആണ്ടിലേക്ക് വീണ്ടും മാറുകയും ഒക്കെ ചെയ്ത്. അതായത് നേരത്തെ 1000 ആണ്ടുള്ളത് ജലപ്രളയത്തിന് മുമ്പുള്ള സമയമായിരുന്നു. 1000 ആണ്ടുണ്ടായിരുന്നു. അന്നേരം ജലപ്രളയത്തോട് ശേഷം മേളിലുള്ള വെള്ളം, വിധാനത്തിന് മേളിലുള്ള വെള്ളമെല്ലാം ഇങ്ങ് താഴെ വന്നു. അതോടുകൂടി മനുഷ്യൻ്റെ ആയുസ് വീണ്ടും കുറഞ്ഞു. ഇപ്പം വീണ്ടും മനുഷ്യൻ്റെ ആയുസ് കൂടിയിരിക്കുന്നു. ഓക്കെ, 7ാമത്തെ ഭൂമിയാണ് പുതിയ ഭൂമി. ഈ പുതിയ ഭൂമിയിലേക്കാണ് യെരുശലേം നഗരം ഇറങ്ങി വരുന്നത്. നേരത്തെ നമ്മൾ വായിച്ചതാണ് 2 പത്രോസ് 3:10. അപ്പോൾ ഈ വ്യത്യാസപ്പെട്ട പുതിയ ഭൂമിയിലാണ് പുതിയ യെരുശലേം ഇറങ്ങി വരുന്നത്. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. പലരും ഇപ്പോഴും കരുതുന്നത് വിശുദ്ധന്മാരുടെ ആത്മാക്കളെ പുതിയ യെരുശലേമിൽ ദൈവത്തിൻ്റെ അരികിൽ ഉണ്ട് എന്ന് കരുതുന്നുണ്ട്. കാരണം അവർ കെട്ടിടങ്ങളിൽ പാർത്തില്ല. 11:8 പറയുന്ന അവർ കെട്ടിടങ്ങളിൽ പാർത്തില്ല, അവർ ഇത് കണ്ടുകൊണ്ടേയിരുന്നു എന്ന് ചിന്തിക്കുന്നു. അവരിത് ഈ പുതിയ നഗരത്തിനായിട്ട് കാത്തിരുന്നു
അവർക്കായി ദൈവം ഒരു നഗരം ഒരുക്കിയല്ലോ. ഇത് എബ്രായർ 11:16. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വിശുദ്ധന്മാർ ഈ സ്വർഗീയമായിട്ടുള്ള യെരൂശലേമിലാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എബ്രായർ 12:23 സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്ക് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും, അവിടെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും എന്ന് പറഞ്ഞുള്ള റെഫറൻസ് പുനരുത്ഥാനത്തിന് ശേഷമേ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയനും ഉണ്ട്. രണ്ട് ചിന്തകൾ ഇവിടെ ഉണ്ട്. ഓൾറെഡി ഇപ്പോഴേ അവർ വിശുദ്ധ യെരൂശലേമിലാണെന്നും, എന്നാൽ ഇവിടെ പറയുന്ന നീതിമാന്മാരുടെ ആത്മാക്കൾ എന്ന് പറയുന്നതുകൊണ്ട് പുനരുത്ഥാനത്തിന് ശേഷം മാത്രം, എന്ന് വെച്ചാൽ റപ്ചറിന് ശേഷം മാത്രമേ അവരവിടെ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ പീഡനകാലത്തിങ്കൽ ഭൂമിയിലുള്ളവർക്ക് ഇത് കാണാൻ സാധിക്കും എന്നൊരു സൂചനയുണ്ട്. കാരണം 13:6 വായിച്ച് കേൾപ്പിക്കാം. 13 ആൻറ്റിക്രൈസ്റ്റിൻ്റെ അധികാരം കൊടുക്കുന്നത് അത് ദൈവത്തിൻ്റെ നാമത്തെ അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായു തുറന്നു. അപ്പോൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ അതിന് സ്വർഗത്തിലുള്ളവരെ കാണാനുള്ള ഒരു അവകാശം, പീഡനകാലത്ത് ഭൂമിയിലുള്ളവർക്ക് അത് കാണാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് ഈ വെളിപ്പാട് പുസ്തകം 13:6 പറയുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ അവൻ്റെ കൂടാരത്തെയും. 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ ഇത് വരത്തില്ല, ഈ കൂടാരം വരത്തില്ല, അത് മേളിൽ തന്നെയാണ്, അതെവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. പുനരുത്ഥാനത്തിൽ എവിടെയും അവർക്ക് ട്രാവൽ ചെയ്യാൻ നേരത്തെ പറഞ്ഞു. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് അത് ഭൂമിയിൽ വന്ന് ഉറയ്ക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോഴേ പുതിയ യെരൂശലേമിനെ കുറിച്ചും അതുപോലെ പുതിയ ഭൂമിയെക്കുറിച്ചും ഉള്ളൊരു ചിന്തയാണ് നമ്മൾ പറഞ്ഞത്. പുതിയ ഭൂമി പഴയ ഭൂമി മാറിപ്പോകുമെന്നുള്ളതല്ല, പുതിയൊരു ഭൂമി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 2 പത്രോസ് 3:5-6 ഇപ്പോഴത്തെ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞാണ്. എക്ലീസിയാസ്റ്റ് സഭാപ്രസംഗി 1:4 ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. ഒഴിഞ്ഞു പോവുക എന്നുള്ളൊരു പദം ഇവിടെ കോമൈ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമി മാറുന്നു എന്നല്ല, ഒന്നിൽ നിന്ന് വേറൊന്നാകുന്നു എന്നാണ്. ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു നിലയിൽ നിന്ന് മറ്റൊരു നില. കാരണം നേരത്തെ പറഞ്ഞ 3-4 വാക്യങ്ങൾ ഭൂമിയുടെ സ്ഥാനത്ത് നിന്ന് അത് മാറുന്നില്ല എന്ന് പറയുന്നു. വേറൊരു നിലയിലേക്ക് ഭൂമി മാറുന്നു എന്ന് ചിന്തിക്കുക. പുതിയ സൃഷ്ടി, പുതിയ പാർപ്പിടം എന്ന് പറഞ്ഞാൽ ശരീരം, പുതിയ പാട്ട്, പുതിയ ഭൂമി, ഇതെല്ലാം തന്നെ ആണ് യെരൂശലേമിൻ്റെ ഒരു പുതിയ യെരൂശലേം വന്ന് ഇറങ്ങുവാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്. അതിനകത്തുള്ളവരെല്ലാം പുതിയ സൃഷ്ടിയുള്ളവരാണ്. അവർക്ക് പുതിയൊരു ശരീരമുണ്ട്, തേജസ്സിൻ്റെ ശരീരം. അവർക്ക് പുതിയൊരു പാട്ടുണ്ട്, കർത്താവിനെ സ്തുതിക്കുന്ന പാട്ട്. അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ 1000 ആണ്ട് വാഴ്ചയുടെ കാര്യത്തിൽ പറഞ്ഞു. പുതിയൊരു ഭൂമി. അപ്പോൾ ഈ വലിയൊരു കാര്യം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. ഈ ഭൂമിയുടെ ട്രാൻസിഷനെ കുറിച്ചാണ് പറഞ്ഞത്, 7 ട്രാൻസിഷൻ. അങ്ങനെ പുതിയ ഭൂമി ദൈവം നമുക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകത്തിൽ അത് ആരംഭിക്കുന്നു. ഇനി അവിടെ സ്വർഗീയമായിട്ടുള്ള ഈ മന്ദിരവും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ, നമ്മുടെ സമയം തീർന്നുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകുമ്പോഴേ ചിന്തിക്കാം. ദൈവം നമ്മളെ ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ഈ പുതിയ യെരൂശലേമിൽ അവൻ്റെ കാന്തയായി കാണാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കർത്താവെ പുതിയ ആകാശം, പുതിയ ഭൂമി, നിത്യതയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന സമയങ്ങളാവുന്നു. കർത്താവെ, ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവിനോടൊപ്പം എന്നും ആയിരിക്കാനായിട്ടാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു. അത് കർത്താവെ അനാദിയായി ദൈവത്തിൻ്റെ വലിയ ചിന്ത അതായിരുന്നല്ലോ, ഞങ്ങളെന്നും കർത്താവിനോടൊപ്പമായിരിക്കാൻ. അതിൻ്റെ ഇടയിലുള്ള ചില കർത്താവെ യുഗങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നതിനാൽ പല രീതിയിൽ പിശാച് ഈ ലോകത്തെ തിരിച്ചു കൊണ്ടുപോയതുകൊണ്ട്
കർത്താവേ അത് പ്രാവർത്തികമാകാനായിട്ട് സാധ്യമായില്ല. എന്നാൽ കാലത്തിൻ്റെ അവസാനത്തിൽ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുകയും അതിനുശേഷം എന്നേക്കുമായിട്ട് ദൈവം തൻ്റെ മക്കളോടൊത്ത് ജീവിക്കുകയും ചെയ്യും എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങൾ തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങളിത് ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തിനോട് ചേർന്ന് ജീവിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരിക്കലും നിത്യനരകത്തിലെ അംശികളായി തീരാതെ എന്നേക്കും കർത്താവിന് കൂടെ വാഴുവാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആരും നശിച്ചു പോകാതിരിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് കാണുന്നവർക്ക് ശാരീരികമായിട്ടുള്ള കർത്താവെ വിഷമങ്ങളെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിൽ കേടുണ്ടെങ്കിൽ നിങ്ങളുടെ വലം കൈ ഈ സമയത്ത് അവിടേക്ക് വെച്ച് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ നിങ്ങൾക്ക് തരും. എനിക്കറിയത്തില്ല എന്താണ് പ്രയാസമെന്ന്. ഈ ദിവസത്തിൽ ദൈവം അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നെങ്കിൽ അതിൽ നിന്ന് വലിയൊരു വിടുതൽ ദൈവം തരും. ദൈവം ഈ ദിവസങ്ങളിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ തരുണത്തിൽ പറയാനുള്ളൂ. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് വലം കൈ വെച്ച് അവയവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ റിലീസ് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മളെ പുതിയ യെരുശലേമിനെക്കുറിച്ചും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത്. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യണം. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിട്ടാൽ അത് ഞങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ അത് ഞങ്ങളതനുസരിച്ച് ഫർദറായിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങളോട് അതിനോട് പ്രതികരിക്കുന്നതാണ്. ഇത് പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.